എന്താണ് അവൾ പ്രാർത്ഥിച്ചിരുന്നു 18 വർഷങ്ങളോളം. അടുത്ത ഞായറാഴ്ച നിങ്ങൾ നോക്കണം. അത് ഇതാണ് കുരുടന് അവന് കാഴ്ച. ഈ കാഴ്ച എന്ന് പറയുന്നത് 2 തരം കാഴ്ചയുണ്ട്. നമ്മളെല്ലാം കാണുന്ന കാഴ്ച അതൊരു ഔട്ടർ സൈറ്റ് ആണ്. പക്ഷേ മറ്റൊരു കാഴ്ചയുണ്ട്, അത് ഇൻസൈറ്റ് ആണ്. ഒരു ആന്തരികമായ കാഴ്ച. ആന്തരികമായ കാഴ്ചയാണ് ഈ നോമ്പ് എനിക്ക് നിങ്ങൾക്കും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെ ക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ താളത്തിലേക്ക് we should take our prayers to his own rhythm of prayer. ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മളുടെ പ്രാർത്ഥനകളെ നമ്മളിങ്ങനെ ആ ചുവട് വെച്ച് കൊടുക്കണം. നിങ്ങൾ ഡാൻസും ഒക്കെ കാണുന്നവർക്കറിയാം, അതിൽ റിതം അല്ലെങ്കിൽ ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവിടെ എല്ലാവരും പാടിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു അവരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥനയുടെ സ്റ്റൈലുണ്ട്, ഒരു ജീവിത ശൈലിയാണ്. അതായത് നമ്മളെപ്പോലെ ഇങ്ങനെ പുസ്തകം എടുത്ത് വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്നതല്ല, ഒരു ജീവിത ശൈലി. ആ ചുവട് നമ്മൾ പിടിക്കുക. അതുകൊണ്ടാണ് അപ്പോൾ നാം ക്രിസ്തു തന്നെ ചെറുതാക്കിയതായ ആ ബലഹീനതകളെ he has taken him to the weaknesses of his life. അത് ക്രിസ്തു സ്വീകരിച്ചുകൊണ്ട് അതിനെ എങ്ങനെയാണ് ക്രിസ്തു തന്നെ ഒരു ശക്തി കണ്ടെത്തുന്നത്. അതാണ് നോമ്പ്. ഈ നോമ്പ് ഈ വർഷം നമ്മോട് പറയുന്നത് അതാണ്. നാം ദൈവത്തിലുള്ള ബലഹീനതകളെ എങ്ങനെ അതിജീവിക്കാമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുക. ദൈവത്തിന് ബലഹീനതയില്ലെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ ദൈവം പോലും ഉപവാസം എടുത്തു. അതെന്തിനു വേണ്ടിയാണ്? പലപ്പോഴും തന്നെ വിട്ടുകൊടുത്തു. പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ അവരോട് എതിർത്ത് നിന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഇവിടെ വന്ന ദൗത്യം എന്താണ്? ലോകത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ആ നോമ്പിലേക്കാണ്, ആ പുനരുദ്ധാനത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും ഈ വർഷം നീളുന്നത്. അപ്പോൾ 2026 ഉയർപ്പ് ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വിശുദ്ധ ആരാധന കഴിഞ്ഞ് പുറകോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കണം. ഈ വർഷത്തെ നോമ്പ് അല്ലെങ്കിൽ ഈ വർഷത്തെ കഷ്ടാനുഭവിച്ച എന്നിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു? നിങ്ങൾക്കറിയാം, മുസ്ലിം സഹോദരന്മാര് ഈദിന്റെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പോയ വഴിയല്ല ഒരിക്കലും, അതൊരു സിംബോളിക്കാണ്. അവർ പോയ വഴിയല്ല തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയാണ്. അതാണ് നമ്മുടെ സഭയും പഠിപ്പിക്കുന്നത്. ലിറ്റർജി, നമ്മുടെ യാക്കോബായ സുറിയാനി സഭ, പൗരസ്ത്യ സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. നമ്മളെല്ലാം വിശുദ്ധ കുർബാന, ഞാനും നിങ്ങളും നമ്മളൊക്കെ